സെന്റിമെന്റൽ ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. ഒരുപാട് ഹൃദയസ്പർശിയായ ഫിലിമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് റിവ്യൂ പാടില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായി. കാരണം ഫസ്റ്റ് ഹാഫ് റിവ്യൂ കൊണ്ട് മാത്രം ഇത് ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നും പാർവതി ഒരു വില്ലത്തിയാണ്, ചെയ്ത് തെറ്റലാണ് പറഞ്ഞ കാര്യം. പക്ഷേ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അത് ന്യായമാണ്. ഇന്ന് രണ്ടുപേരും താഴത്ത് അഭിനയിച്ചിട്ടുണ്ട്. പാർവതി മാഡം ആണെങ്കിലും ഉർവശി മാഡം ആണെങ്കിലും രണ്ടുപേർക്ക് അവാർഡ് കൊടുക്കേണ്ടതാണ്. എടുത്തു പറയുന്നത് ക്രിസ്റ്റോ ടോമി ഡയറക്ടറിനെ കുറിച്ചാണ്. എല്ലാവരും ആക്ടേഴ്സുമാർ പറയാൻ പോകും. പക്ഷേ ഇതിൻ്റെ മെയിൻ ആൾ ക്രിസ്റ്റോ ടോമി ഡയറക്ടറാണ്. ഭാവിയിലെ ഒരു ബ്ലെസ്സിയോ ലോഹിതദാസോ ആവേണ്ട ആളാണ്. നല്ലൊരു ഡയറക്ടറാണ്. നമ്മളെപ്പോഴും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആക്ടേഴ്സുമാർക്കാണ്, എല്ലാവർക്കും കൊടുക്കാം. ക്രിസ്റ്റോ ടോമിയാണ് ഇതിന്റെ മെയിൻ ആണ്. രണ്ടുപേരും അഭിനയത്തിൽ രണ്ടുപേരും മനസ്സിലാക്കില്ല. പക്ഷെ റിയൽ ഹീറോ ക്രിസ്റ്റോ ടോമിയാണ്. പുള്ളിയുടെ ഡയറക്ഷനാണ്, സ്ക്രിപ്റ്റെല്ലാം ഉഗ്രനാണ്. നമുക്ക് ഒരുപാട് ഇത് ഒരിക്കലും മറക്കല്ലേ. ഇപ്പൊ കിരീടം പോലെ ഭരതം പോലെ അങ്ങനെ നമ്മുടെ മനസ്സിൽ വയ്ക്കുന്ന ഒരു ഫിലിമായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അങ്ങനെ പല മൂവീസ് നമുക്ക് രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. പക്ഷെ ഇത് എത്ര കണ്ടാൽ മതിയാവും. വയലൻസ് ഒന്നുമില്ല, കുറച്ച് ഇന്റിമേറ്റ്